പാത്രങ്ങൾ വേണോ പാത്രങ്ങളേ? പത്രക്കാരൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ അറിയാലോ, നമ്മുടെ സാധനം കൂടോത്രക്കിണ്ടി നമ്മുടെ ലൈവിൽ വരുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ്. ഓക്കെ, അടുത്ത കുറച്ച് ആൻറ്റിക് പീസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം, നിങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇത് പഴയ കാലത്തൊരു രഥം, ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഭാഗങ്ങൾ വരെ അന്നത്തെ കാലത്തെ ആൾക്കാർ എത്ര വൃത്തിയോടെ സൂക്ഷ്മതയോടെ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ ഒരു 10-20 ദിവസമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. ഒരു രഥം എങ്ങനെയുണ്ട്? അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അടുത്തത് കുറച്ച് ഓരോ സാധനങ്ങളും എത്ര വൃത്തിയോടെ അവർ ചെയ്ത് വെച്ചേക്കണ്. മെഷീനൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ അല്ലേ അവരെ കരവിരുത്. ഇതൊക്കെ ചിലപ്പോൾ ദിവസങ്ങളെടുത്തിട്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ ആൾക്കാരെ ക്ഷമയും കാര്യങ്ങളും ഇന്നത്തെ നമുക്ക് തലമുറയ്ക്ക് ഉണ്ടോ? അടുത്തത് 1000 പേരുടെ സദ്യക്ക് വിളമ്പുന്ന ഒരു തൂക്കാണ്. 1000 പേരുടെ സദ്യക്ക് കേട്ടോ. ആരെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളുണ്ടെങ്കിൽ പുറത്തോട്ട് കൊടുക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാവരും എടുത്തു വയ്ക്കുക. അതൊക്കെ ഒരു ഓർമ്മയാണ്. ഓക്കെ, 1000 പേരെ സദ്യക്ക് സാമ്പാർ വിളമ്പുന്നത്. അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മെഴുകുതിരി വെക്കുന്ന സ്റ്റാൻഡ്. പഴയ കാലത്ത് എന്ത് വൃത്തിയല്ലേ, ഓരോ ഭംഗി പഴയ ആൾക്കാരെ. ആരെങ്കിലും വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ. ആർക്കും കൊടുക്കുകയൊന്നും ചെയ്യരുത്. അതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തേക്കണം. അടുത്തത് ഇതേപോലൊരു മെഴുകുതിരി വെക്കുന്നൊരു സ്റ്റാൻഡ് തന്നെയാണ്. പഴയ കാലത്തെ ആൾക്കാരെ ആ ഒരു അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മയിലാണ്. ഓടിൽ തീർത്ത ഒരു മയില്. മയിലിൻ്റെ ബാക്കിൽ മയിൽപ്പീലി ഉണ്ടായിരുന്നു, അത് സ്വല്പം ഡാമേജ് ആയിരുന്നു. നോക്കിയേ ഓരോന്ന്, പഴയ ആൾക്കാർ ആ പവർ. ഇപ്പോഴും സൂപ്പറാണത്. എങ്ങനെയുണ്ട് എന്ന് പറയണേ, അഭിപ്രായം അറിയിക്കണേ. അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പഴയ കാലത്തൊരു ലോട്ട. അപ്പോൾ സാധനം ഞാനത് നല്ല സാധനം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ സാധനമൊക്കെ ഇതൊക്കെ റയറൊന്നല്ല. പഴയ കാലത്തെ മോരും തൈരൊക്കെ ആൾക്കാർ സംഭാരമൊക്കെ കുടിക്കാൻ ആൾക്കാർക്ക് ഗസ്റ്റുകൾ വന്നാലോ ഒക്കെ കൊടുക്കുന്ന. എൻ്റെയൊക്കെ ഫാദർ ഇതൊക്കെ നല്ല വെയിറ്റാണ്. എൻ്റെയൊക്കെ ഫാദർ പഴയ കാലത്ത് ഏറ്റി നടന്നിട്ടുള്ള ബിസിനസ്സായിരുന്നു. ഇതൊക്കെ നല്ല ഇത്രയും വെയിറ്റുള്ള സാധനങ്ങൾ അവർ ഏറ്റി നടന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ ഇപ്പോഴും അതിൻ്റെ ഒരു തഴമ്പ് ഉണ്ട്. അടുത്തത് ഞാൻ പഴയ കാലത്ത് എല്ലാവരും മുറുക്കുമായിരുന്നല്ലോ, അതിൻ്റെ ഒരു ചുണ്ണാമ്പ്. ഇതിൻ്റെ വലിയ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. ചുണ്ണാമ്പ് വയ്ക്കുന്ന സാധനം എന്ത് വെയിറ്റാണെന്നറിയോ? ഞാനിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വാപ്പ എത്രത്തോളം വെയിറ്റ് നടന്നിട്ട് ഈ വെയിറ്റൊക്കെ ഇത് നമുക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ല. അത്ര വെയിറ്റാണ് ഈ സാധനത്തിന്. കണ്ടില്ലേ, അതിൻ്റെ സൗണ്ട് തന്നെ കണ്ടില്ലേ? നമ്മുടെ വാപ്പ എത്ര പറയും ഇങ്ങനെ കുറേ ഏറ്റി നടന്നിട്ടുള്ള ബിസിനസ്സൊക്കെ ആയിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. നോക്കി അതിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ ഇപ്പോഴും അനങ്ങില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വളർത്തി എന്നൊക്കെ പറയുമ്പോഴേ ഇതൊക്കെ എടുക്കുമ്പോൾ കയ്യിലെടുക്കുമ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ ഏറ്റി നടന്നിട്ട് ആലോചിച്ച് നോക്കിയേ. അടുത്ത് നമ്മളെ പഴയ കാലത്തൊരു കുടിക്കാനൊക്കെ വെള്ളം വെക്കാം, മോരുകൾ വെക്കാം, തൈരുകളൊക്കെ ആക്കി വയ്ക്കുന്നൊരു പാത്രം. ഇതിൻ്റെയൊക്കെ പെർഫെക്റ്റ് എയർ ടൈറ്റാണ്, ത്രെഡിൻ്റെ ആവശ്യമില്ല. നോക്കിയിട്ടോ നിങ്ങൾ, നോക്കിയേ എയർ ടൈറ്റിലാണ് ഈ സാധനം നിൽക്കുന്നത്. ഇന്നത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പണിയാൻ പറ്റും. ഒരു എന്താ പറയുക, നമ്മൾ അത്രയും ആൾക്കാരെ പണിയുടെ പെർഫെക്ഷൻ ആലോചിക്കുക. ഉള്ളൊക്കെ നോക്കി എന്ത് വൃത്തിയും നോക്കി. ഇതൊക്കെ എങ്ങനെ പോയാലും ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഐറ്റംസാണ്. ഇന്നത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പണിയാൻ പറ്റും. നോക്കി ത്രെഡ് പോലും ഇല്ല കേട്ടോ. സാധനം വെച്ച് കഴിഞ്ഞാൽ സോറി
എയർ ടൈറ്റ് ഒന്നും ആവുന്നുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, പഴയ കാലത്തെ ആൾക്കാരെ നമുക്ക് നമിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും കുറേ സാധനങ്ങൾ തുറക്കുമ്പോൾ തന്നെ ഇപ്പം പറഞ്ഞിട്ട് സൗണ്ട് വരുന്നു. പ്യുവർ ഓടാണ്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഇതേപോലെ കുറച്ച് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാത്രങ്ങൾ വേണോ? പാത്രങ്ങളെ. ഓക്കെ, ബൈ.